contestant number 14. Shobana ma'am. Ma'am, Jasna. ജസ്മയുടെ വീട് എവിടെയാണെന്നാ പറഞ്ഞത്? വീട് കാസർഗോഡാണ് മാം. പക്ഷെ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എന്ത് ചെയ്യുന്നു? പങ്കജ കസ്തൂരിയിൽ അസിസ്റ്റന്റ് ഓക്കെ. പ്രൊഫസർ. ശരിക്കും ഒരു കുടുംബിനിയാകുന്നതാണോ ഒരു സ്ത്രീക്ക് നല്ലത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണോ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജനറേഷനിലുള്ള ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതായത് വിമൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മോഡേൺ വിമൺ എന്നൊരു ഈസി എക്സാമ്പിളാണ് മേരി കോം. നമ്മൾക്ക് നമ്മുടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ കരിയർ ഫോളോ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെയും അതേപോലെ നോക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. And moving on with our last contestant number 21. Ma'am, സ്ത്രീ സംവരണത്തിന്റെ അർത്ഥം അറിയോ? She didn't understand the meaning of the word. റിസർവേഷൻ നമ്മുടെ പാർലമെന്റിൽ റിസർവേഷൻ സ്ത്രീകൾക്ക് 33% കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, ഒരു ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ വിഷയം? എനിക്ക് തോന്നുന്നു നമ്മൾ nowadays we are talking a lot about gender equality. That's my opinion. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ 12 കണ്ടസ്റ്റൻസ് ജഡ്ജസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. They have put in their best to give the best answers to the most toughest questions, I must say. Great job, ladies. Appo you can hit the ramp and come back. മിസ്സസ് കേരള 2023 സെക്കൻഡ് റൗണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത റൗണ്ടിൽ നമ്മൾ ടോപ്പ് 6 കണ്ടസ്റ്റൻസിനെയാണ് ക്ഷണിക്കാനായിട്ട് പോകുന്നത്. 12 പേരിൽ നിന്നും നേരെ പകുതി 6 പേര്. 6 പേർക്ക് ഒരു ചോദ്യം നൽകും, 1 മിനിറ്റ് സമയം കൊടുക്കും. ഈ 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ആരാണോ എഴുതുന്നത്, ആരാണോ പറയുന്നത്, അവർക്കായിരിക്കും നമ്മളുടെ ഈ ഒരു കവറ്റഡ് ക്രൗൺ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടോപ്പ് 6 അനൗൺസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗേൾസ് എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഫോർ ദ ഫൈനൽ റാമ്പ് വാക്ക് ആൻഡ് ദേ ആർ വെയറിംഗ് അമേസിംഗ് ഗോൾഡൻ കളർ ഗൗൺസ്. സോ ലെറ്റ്സ് വെൽക്കം ദ ലേഡീസ് ഓൺ സ്റ്റേജ് വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്.
presents Aushadhi Mrs. Kerala 2023. നമ്മളെ 27 കണ്ടസ്റ്റൻസും അവരുടെ ഗോൾഡൻ ഗൗൺ റൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. So without any further ado, may I please welcome the top 6 contestant onto the stage. The first contestant to get into top 6 is none other than contestant number 24. Congratulations. അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടോപ്പ് 6-ൽ എത്തുന്ന അടുത്ത കണ്ടസ്റ്റന്റ് നമ്പർ is 14. Contestant number 14. Congratulations. The third contestant who has made it to the top 6 is contestant number 10. Congratulations to you. The fourth participant who has made it is contestant number 7. Congratulations. Contestant number 7. നമ്മുടെ അഞ്ചാമത് ഫൈനലിസ്റ്റ് is contestant number 18. Contestant number 18. And the last contestant who has made it to the top 6 of Aushadhi Mrs. Kerala 2023 is contestant number 9. Contestant number 9. Congratulations to all these 6 girls. Can we have a huge round of applause? One more step closer to the crown. അപ്പോൾ നമ്മുടെ ഫൈനൽ റൗണ്ടിൻ്റെ റൂൾ അറിയാലോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. 1 മിനിറ്റ് സമയമാണ് തരുന്നത്. നമ്മൾ ടൈമർ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ 1 മിനിറ്റ് സമയത്ത് ക്വസ്റ്റ്യൻ എന്താണോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അത് എഴുതുക. നോ ഷോർട്ട് വേർഡ്സ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയ കാര്യം മാത്രമേ വായിക്കാൻ പാടുള്ളൂ. ഒരു വാക്ക് പോലും എക്സ്ട്രാ വായിക്കാൻ പാടില്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നാൽ എന്ത്? What, according to you, does true beauty in a woman means? Five, 4, 3, 2, 1. Please stop writing. Stop writing. Stop writing. Please close your pens. Answer. ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് അവളുടെ ധൈര്യവും എന്തും നേടിയെടുക്കാനുള്ള ചങ്കുറപ്പുമാണ്. അവളെ അവളാക്കുന്നതും ഇതേ ശക്തികൾ തന്നെയാണ്. ആത്മധൈര്യമാണ് എല്ലാത്തിനും മുകളിൽ. Judges, that was contestant number 24. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നത് ആൻസർ സൗന്ദര്യം എന്നത് അവളുടെ ബാഹ്യഭംഗിയേക്കാൾ അവളുടെ മനസ്സിലാണ്. മനുഷ്യരോടുള്ള അവളുടെ പെരുമാറ്റവും അവളുടെ വിശ്വാസവുമാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ നിർവചനം. താങ്ക് യു. Contestant number 10. ഇത്രയും മനോഹരമായ ചോദ്യത്തിന് എൻ്റെ വിധികർത്താക്കളോട് ഒരുപാട് നന്ദി. എൻ്റെ ഉത്തരം നാരി മാതാ അസ്തി, നാരി കന്യ അസ്തി, നാരി ഭഗിനി അസ്തി. സ്ത്രീ എല്ലാമാണ്. ഈശ്വരൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളി. A woman is a warrior. Thank you so much. And contestant number 7, your answer please. താങ്ക് യു ജഡ്ജസ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം എന്നത് അവളുടെ മനസ്സാണ്. അവൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം, ലാളന, വാത്സല്യം എന്നിവയാണ്. നന്ദി. Contestant number 18. ആത്മവിശ്വാസത്തോടെ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനും സഹജീവികളോട് കരുണയും സ്നേഹവും ഉറച്ച തീരുമാനങ്ങളുമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം. ഒരു സ്ത്രീയുടെ ഇന്നർ ബ്യൂട്ടി എന്നത് അവളുടെ ആന്തരിക സൗന്ദര്യം ആണ്. അവൾ അവളുടെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിയുക. അവളിലുള്ള വ്യക്തിത്വം, നേതൃത്വ പാടവം അത് വിശേഷിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്താണ് എന്നുള്ളത് അവരുടെ പെർസെപ്ഷനിലെ ആൻസറാണ് അവർ നൽകിയത്. അപ്പോൾ ഈ 6 കണ്ടസ്റ്റൻസിനും നല്ലൊരു ഗൈഡ് തന്നെ നൽകാം. Brilliant answers, great answers. Now it is time for the judges to decide who wins the coveted crown of Aushadhi Mrs. Kerala 2023. Thank you, girls.
ഇനി അടുത്തതായിട്ട് നമ്മൾ സബ് ടൈറ്റിൽ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോകും. അതിനുശേഷമായിരിക്കും നമ്മുടെ ക്രൗൺ വിന്നേഴ്സ് ആരാണ് എന്നറിയാനായിട്ട് പോകുന്നത്. ജഡ്ജസ് ഇപ്പോൾ മാർക്സ് ഒക്കെ ടാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആൻസറിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ വിജയിനെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഓരോ വിജയിനെയും കാത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. ഔഷധി മിസ്സസ് കേരള 2023 ഈ ഒരു കിരീടം സ്വന്തമാക്കാൻ പോകുന്ന താര സുന്ദരിമാർ ആരാണ് എന്ന് ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും.